ദോഷങ്ങൾ പൊറുക്കപ്പെട്ട് കിട്ടണം, ശുദ്ധിയാവണം. ശ്വസിക്കാൻ ഓക്സിജനും കഴിക്കാൻ ഭക്ഷണവും ഒക്കെ സംവിധാനിച്ച അള്ളാഹുവിനോട്, ആ പടച്ചതമ്പുരാൻ നമ്മെ തൃപ്തിപ്പെടുന്നൊരവസ്ഥ, അള്ളാഹു നമ്മെ സന്തോഷിക്കുന്നൊരവസ്ഥ. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹ്. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അവർ അള്ളാഹുവിലും തൃപ്തിപ്പെട്ടിരിക്കുന്നു. ദാലിക ലിമൻ ഖശിയ റബ്ബഹ്, ഈ സംതൃപ്തി അള്ളാഹു നൽകുന്നത് ലിമൻ ഖശിയ റബ്ബഹു, തന്റെ രക്ഷിതാവിന് ആരാണോ പേടിച്ചത് അവർക്കാണ്. പേടിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് സംഭവിക്കുമ്പോൾ പേടിക്കണം, തെറ്റ് സംഭവിക്കുമോ എന്ന് പേടിക്കണം, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കണം. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം എപ്പോഴാണോ എപ്പോഴും ആർക്കാണോ ഉള്ളത് അവർക്കാണ് അള്ളാഹുവിന്റെ സംതൃപ്തി ലഭിക്കുന്നത്. വറിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹു നൽകുന്ന ഈ സംതൃപ്തിയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പടച്ചവൻ എന്നിൽ സംതൃപ്തനാണ്. വിഷമങ്ങൾ വന്നാലും ലക്കൽ ഉത്ബാ ഹത്താ തർളാ, അള്ളാഹുവെ പരീക്ഷണങ്ങൾ നീ നൽകിയാൽ പോലും നിനക്ക് ഞങ്ങളോട് ദേഷ്യമില്ലെങ്കിൽ അള്ളാഹുവെ ഇതൊക്കെ ഞങ്ങൾ സഹിക്കാൻ ഒരുക്കമാണ്. അഷ്റഫുൽ ഖൽഖിന്റെ കാലിന് ചോര വന്നപ്പോൾ ദുആ ചെയ്ത പ്രാർത്ഥന അതാണ്. ത്വായിഫിൽ വിഷമിച്ചപ്പോൾ പ്രാർത്ഥിച്ചത് അതാണ്. ലക്കൽ ഉത്ബാ ഹത്താ തർളാ ഇല്ലം യകും ബിക ഗളബൻ ഫലാ ഉബാലി, അല്ലാഹുവേ നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ ഈ വേദനയൊക്കെ ഞാൻ സഹിച്ചോളാം. റബ്ബേ നീ എന്നോട് കുപിതനല്ലെങ്കിൽ, നിനക്കെന്നോട് ഇഷ്ടമാണെങ്കിൽ ഈ വേദനകളെല്ലാം ഞാൻ സഹിച്ചോളാം. അല്ലാഹ് നീ എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ, നീ എന്നോട് ദേഷ്യപ്പെടരുത്. വരുന്നുണ്ടോ എന്റെ റബ്ബ് എന്നോട് പൊരുത്തപ്പെട്ടിരിക്കണം. മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടോ എന്റെ റബ്ബ് എന്നിൽ സംതൃപ്തനായിരിക്കണം. മനസ്സിനുള്ളിലേക്ക് ഒരാഗ്രഹം വരുന്നുണ്ടോ എന്റെ റബ്ബിനെ കാണാൻ എനിക്ക് കൊതിയുണ്ട്. മൻ അഹബ്ബ ലിഖാ അല്ലാഹി അഹബ്ബ അല്ലാഹു ലിഖാഅഹ് വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഅഹ്. മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, അല്ലാഹുവിനെ കാണണമെന്ന് ആരൊക്കെയാണോ കൊതിക്കുന്നത്, അഹബ്ബല്ലാഹു ലിഖാഅഹു, അവരെ കാണാൻ അല്ലാഹു കൊതിക്കും. ആരാണോ അല്ലാഹുവിനെ കാണാൻ കൊതിക്കുന്നത് അവരെ കാണാൻ അല്ലാഹുവിന് കൊതിയുണ്ട്. വമൻ കരിഹ ലിഖാ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഅഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആരാണോ വെറുക്കുന്നത് അവരെ കാണാൻ അല്ലാഹുവിനും വെറുപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുമ്പോ, മരിക്കാൻ കിടക്കുമ്പോ വാ കർബാ വാ സൗജാ, എന്റെ സങ്കടമേ, എന്റെ ഭർത്താവിന്റെ വിയോഗമേ എന്ന് പറഞ്ഞു പൊട്ടിക്കരയുന്ന ഭാര്യയോട് വാ സഅദാ വാ ഫർഹാ ഗദൻ നൽഖൽ ഹബ്ബ മുഹമ്മദൻ വസഹ്ബ. എന്തിന് പെണ്ണെ നീ കരയണം? ഭർത്താവ് പറഞ്ഞു കൊടുക്കുക ഭാര്യയോട്, നീ എന്തിനായി കരയുന്നത്? ഗദൻ നൽഖൽ ഹബ്ബ, നാളെയാണ് നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണാൻ പോകുന്നത്. നാളെയാണ് ഞാൻ മരിച്ചാൽ ഞാൻ എന്റെ കൂട്ടുകാരെ കാണാൻ പോവുകയാണ്. മുഹമ്മദൻ വസഹ്ബ, മുഹമ്മദ് നബി തങ്ങളെയും അവിടുത്തെ സ്വഹാബികളെയും കാണാൻ പോകുന്ന പോക്കല്ലേ ഞാൻ ഈ പോകുന്നത്. എന്തിനാ നീ കരയുന്നത്? എനിക്ക് കരയാൻ തോന്നുന്നില്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, എന്റെ റബ്ബിനെ കാണാൻ എനിക്ക് കൊതിയുണ്ടെന്ന് ആഗ്രഹിക്കുന്നവരെ അവരെ കാണാൻ അല്ലാഹുവിന് കൊതിയുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, കുല്ലുനാ നക്റഹുൽ മൗത്ത്, ഞങ്ങൾക്കൊക്കെ മരിക്കൽ വെറുപ്പാണല്ലോ നബിയേ. ഞങ്ങൾക്കൊക്കെ അത് വെറുപ്പാണല്ലോ, ഞങ്ങൾക്കൊക്കെ അത് വെറുപ്പാണല്ലോ നബിയേ. പിന്നെ എങ്ങനെ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? ഞങ്ങൾക്ക് മരിക്കാൻ ഇഷ്ടമല്ലല്ലോ. ആയിഷ ബീവി, അത് സ്വാഭാവികമാണ്. മരണം എല്ലാവർക്കും വെറുപ്പുണ്ട്. പക്ഷേ മരണം ആസന്നമാകുന്ന നേരത്ത് സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രത്യേകമായ മാലാഖമാരെ അയച്ചു കൊടുക്കുകയും സ്വർഗത്തിന്റെ ഫോട്ടോ
സ്വർഗത്തിന്റെ പിക്ചർ, കാണാൻ പോകുന്ന അനുഭവിക്കാൻ പോകുന്ന ലോകത്തിന്റെ ഒരു മിനിയേച്ചർ അള്ളാഹു മരിക്കാനിരിക്കുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാൻ ഒരുക്കമാണ്, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു നേരത്ത് ഇങ്ങോട്ട് വന്നോളൂ എന്ന് അള്ളാഹു പറയുമെന്നാണ് ഈ ഹദീസിന്റെ സാരമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിന്ന് വിട പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സെൻസുകളൊക്കെ ഈ കാണുന്ന ലിമിറ്റുകളൊക്കെ ഭേദിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന, നമുക്ക് മാലാഖമാരെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് മലക്കുകളെ കാണാൻ പറ്റുന്ന, മരിച്ചു കഴിഞ്ഞാൽ തന്നെ കാണും, മരണത്തിന് മുമ്പ് തന്നെ കാണാൻ തുടങ്ങും. മരണത്തിന് മുമ്പ് കാണുന്ന, ഏകദേശം മരണത്തോടടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സെൻസുകൾ, നമ്മുടെ സെൻസറി ഫാക്കൽറ്റി, ഇതിന്റെയൊക്കെ ഡൈമെൻഷൻസ്, അതിന്റെയൊക്കെ പരിധികളൊക്കെ വർദ്ധിക്കുകയാണ്. പിന്നെ കാണാൻ പറ്റാത്തൊക്കെ കാണാൻ തുടങ്ങും. സ്വർഗം കണ്ടുകൊണ്ട് പോകുന്നവരുണ്ട്, നരകം കണ്ടു പോകുന്നവരുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽഖൗലി الثابت في الحياة الدنيا وفي الآخرة. അല്ലാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളുകളെ ഈ ലോകത്തും നാളെ പരലോകത്തും അല്ലാഹു പിടിച്ചു നിർത്തും. യുസബ്ബിത്, സബാത്ത്, സ്റ്റെബിലിറ്റി അല്ലാഹു നൽകും. ഒരിക്കലും അൺഷേക്കബിൾ ഫെയ്ത്ത്, അനങ്ങാത്ത ആടിയുലയാത്ത വിശ്വാസം അല്ലാഹു നൽകും. ലില്ലദീന ആമനൂ, സത്യവിശ്വാസികൾക്ക്. അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിയ ബേജാറിലാണ് നമ്മുടെയൊക്കെ ജീവിതം. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ ഏതാനും ചില രോമങ്ങൾ നരച്ചു കണ്ടപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങേക്ക് പെട്ടെന്ന് നരബാധിച്ചുവല്ലോ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് അറബികൾക്ക് സ്വാഭാവികമായും നരബാധ തുടങ്ങുന്ന പ്രായം 70 വയസ്സ് മുതലാണ്. ഹബീബായ തങ്ങൾക്ക് മദീനയിൽ എത്തുമ്പോഴേക്കും നരച്ചിട്ടുണ്ട്. അജ്ജല ഇലൈഹി ശൈബ്, തങ്ങളെക്കാൾ പ്രായമുള്ള എല്ലാവരും ആർക്കും നരച്ചിട്ടില്ല. സിദ്ദീഖ് തങ്ങൾ ഇത് കണ്ടുകൊണ്ട് ചോദിച്ചു, അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്. നബിയെ, നിങ്ങൾക്ക് എന്തേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? തങ്ങൾ പറഞ്ഞ വാക്കെന്താ അറിയോ? ശയ്യബത്നി ഹൂദുൻ വഅഖവാതുഹാ. സൂറത്ത് ഹൂദും, ഹൂദ് സൂറത്തും അതിന്റെ പരിസരത്തുള്ള സൂറത്തുകളും ഒക്കെയാണ് എനിക്ക് ഇങ്ങനെ നിറവരാൻ കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സൂറത്തിന്റെ ആശയങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ വന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, മാ ശയ്യബക മിൻ ഹൂദിൻ വഅഖവാതിഹാ, മാ ശയ്യബക മിൻ ഹൂദിൻ വഅഖവാതിഹാ. സൂറത്ത് ഹൂദിൽ നിന്നും അതിന്റെ അടുത്തുള്ള സൂറകളിൽ നിന്നും അങ്ങയെ നിരബാധിപ്പിക്കാൻ മാത്രം വിഷമിപ്പിച്ച വാക്കുകൾ എന്താണ് നബിയെ? ഖൗലുഹു തആല ഫസ്തഖിം കമാ ഉമിർത്. നബിയെ, നിങ്ങളോട് എങ്ങനെയാണോ നേരെ നിൽക്കാൻ പറഞ്ഞത് അങ്ങനെ നേരെ നിൽക്കണം കേട്ടോ. ഫസ്തഖിം കമാ ഉമിർത്. നിങ്ങളോട് എങ്ങനെയാണോ നേർവഴിയിൽ നിൽക്കാൻ ഞാൻ പറഞ്ഞത്, ലവലേശം വഴി തെറ്റാതെ നിങ്ങൾ നേർവഴിയിൽ നിൽക്കണം എന്ന അല്ലാഹുവിന്റെ വചനം ഉൾക്കൊള്ളപ്പോൾ, അതിനെ സംബന്ധിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് പേടി വന്നതാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസ്തഖിം കമാ ഉമിർത്. ഞാൻ എങ്ങനെയാ പറഞ്ഞത് അങ്ങനെ നേർവഴിക്ക് ജീവിക്കണം കേട്ടോ. നമ്മളിതൊക്കെ അങ്ങ് ഓതിപ്പോകുന്നുണ്ട് വളരെ കൂളായിട്ട്, നമുക്കൊരു പേടിയും തോന്നിയിട്ടില്ല, നമ്മളൊന്നും ആലോചിച്ചിട്ടില്ല. ഫസ്തഖിം കമാ ഉമിർത്. ഞാൻ പറഞ്ഞ പോലെ ജീവിക്കണം കേട്ടോ, പറഞ്ഞ പോലെ ജീവിക്കണം. അതാ വാക്കിന്റെ അർത്ഥം. അതെനിക്ക് സാധ്യമാകുമോ? അത് അല്ലാഹു ഉദ്ദേശിച്ച പോലെ ഞാൻ ആയിട്ടുണ്ടോ? ആര് ചിന്തിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമല്ലേ, പാപ സുരക്ഷിതരല്ലേ നബി? നിമിതങ്ങൾക്ക് പാപങ്ങളില്ലല്ലോ. പാപങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ. ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ഐ സതറല്ലാഹ്. അല്ലാഹു നിങ്ങൾക്ക് പാപങ്ങൾക്കിടയിൽ മറവച്ചിട്ടില്ലേ നബിയെ? അങ്ങനത്തെ നബിയല്ലേ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? പക്ഷെ ഹബീബിന് പേടിയാണ്. നമ്മൾ എന്തൊരു ധൈര്യത്തിലാണെന്നറിയാം. സ്വഹാബത്തിന് ധൈര്യം കിട്ടിയിട്ടില്ല. സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ പോലും സ്വഹാബികൾക്ക് ധൈര്യമായിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യതകൾ അറിഞ്ഞിരുന്ന സ്വഹാബിയാണ്. സീക്രട്ടുകൾ, സെക്രട്ടറി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? സീക്രട്ടുകൾ സൂക്ഷിക്കുന്ന ആള്.
കുറെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാർ നമ്മൾ സെക്രട്ടറി എന്ന് പറയാം. ഹബീബിന്റെ സെക്രട്ടറിയാണ് മഹാനായ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു. മദീനയിലെ കപടവിശ്വാസികളുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് വിവരം കൊടുത്തു അല്ലാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ വിവരം കൊടുത്തു. മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്ന ചില ആളുകൾ, അവരുടെ ഉള്ളിൽ ഇസ്ലാമിനോടുള്ള സ്നേഹമില്ല. അവരുടെ ഉള്ളിൽ ഏകനായ അല്ലാഹുവാണ് ഈ ലോകത്തെ പടച്ചവൻ എന്ന വിശ്വാസമില്ല. പക്ഷേ എന്തോ ചില ലാഭം കിട്ടാൻ വേണ്ടി നബിയോടുകൂടെ നിസ്കരിക്കാൻ വരും. യുദ്ധത്തിന് ചിലപ്പോൾ പോകും. എങ്ങാണ്ടും നാശം സംഭവിക്കുന്ന കണ്ടാൽ ഒരു പിന്തിരിഞ്ഞോടും. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരുടെ പേര് വിവരം അല്ലാഹു അറിയിച്ചു കൊടുത്തു അഷ്റഫുൽ ഖൽഖിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ലിസ്റ്റ് 20 ആളുകളുടെ പേരുകൾ. ഇവരൊക്കെ നബിയെ മുനാഫിക്കുകളാണ്, കപടവിശ്വാസികളാണ്. ആ പേര് വിവരം കിട്ടിയപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കൂല, ഇത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യമാണ്, രഹസ്യമാണ്. അത് ഏറ്റവും വലിയ അത്ഭുതം എന്താ അറിയോ? ഒരാൾ കപടവിശ്വാസിയാണെന്ന് അറിഞ്ഞിട്ടും നീ കാപട്യമുള്ള ആളല്ലേ എന്ന് അവരോട് മുഖത്ത് നോക്കി പറയൂല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് തമ്മിലുള്ള പ്രത്യേകത. അവർക്ക് തോന്നുന്നു നബിന്റെ വലിയ ഫ്രണ്ടാണ്. എല്ലാവർക്കും അങ്ങനെ തോന്നുക. അതാണ് അഷ്റഫുൽ ഖൽഖിന്റെ സ്വഭാവം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഖത്ത് നോക്കി പറയും. പക്ഷെ തങ്ങൾക്കറിയാം ഇവർ കപടവിശ്വാസികളാണ്, ഇവരുടെ ഉള്ളിൽ ഇതില്ല എന്ന് തങ്ങൾക്കറിയാം. പക്ഷെ തങ്ങളത് മുഖത്ത് നോക്കി പറയൂല. ആ വിവരം കൈമാറി. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിട്ടി എന്നറിഞ്ഞപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പിന്നാലെ കൂടിയിട്ട് ചോദിച്ചു, യാ ഹുദൈഫ, 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 ആ പേരെനിക്കൊന്ന് പറഞ്ഞു തരോ? ഇല്ല, ഞാൻ പറഞ്ഞു തരൂല. ഹുദൈഫ, നിങ്ങൾ ആ പേരുകൾ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ചു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇല്ല. എന്നാൽ ഹുദൈഫ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന പേരുകളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന പേരുണ്ടോ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആരാ ചോദിച്ചത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഈ പറഞ്ഞ പേരുകളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന പേരുണ്ടോ ഹുദൈഫ? ഇല്ല ഉമറേ, നിങ്ങളുടെ പേരതിലില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അൽഹംദുലില്ലാഹ്, അച്ചവനെ നീ എന്നെ കപടവിശ്വാസിയാക്കിയില്ലല്ലോ, നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഉമർ തങ്ങൾക്ക് പേടിയാണ്. നമ്മളൊരു ഹജ്ജ് ചെയ്ത് വരുമ്പോഴേക്കും മാഷാ അല്ലാഹ് സ്വർഗത്തേക്ക് പോകാൻ ടിക്കറ്റ് കൈ കിട്ടിയെന്ന വിചാരം. നമ്മൾ ഉംറക്ക് പോയി വന്ന് റമദാൻ 27 പള്ളിയിൽ ഇരുന്നാൽ നമ്മളങ്ങ് ധൈര്യപ്പെട്ടു. ഉമർ തങ്ങൾ ചോദിക്കും, എന്റെ പേരതിലുണ്ടോ? ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. കപടവിശ്വാസികൾ, hypocrites are in the lowest stage of the hellfire. ഏറ്റവും നരകത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള താഴെ തട്ടിലാണെന്നാണ് കപടവിശ്വാസികൾ. ഏറ്റവും ചൂടുള്ള ഭാഗത്ത്. ഞാൻ അതിലുണ്ടോ എന്ന് പേടിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഒരാടറുത്ത് മാംസം കറി വെച്ച നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതേ വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആ വാക്കുകൾ, അല്ലാഹുവേ, ഞാനൊരു ആട്ടിൻ കുട്ടിയായി ജനിക്കുകയും എന്നെ ആളുകൾ അറുക്കുകയും മാംസമായി കഴിക്കപ്പെടുകയും ചെയ്ത് നാളെ പരലോകത്ത് ഞാൻ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ കൂനൂ തുറാബാ, നിങ്ങൾ മണ്ണുകളായി മാറിക്കോളൂ എന്ന് പറയപ്പെടാൻ മാത്രം ഒരു ജീവിയായി മാറിയിരുന്നെങ്കിൽ എത്ര നന്നായി.